നമ്മൾ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന കപ്പിൾസിനെ ഇങ്ങനെ കൈപിടിച്ച് മുറുക്കെ പിടിച്ച് നടക്കുന്ന കാണാം. അതിൻ്റെ പിന്നെ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ നടന്നുകൊടുക്കുമ്പോൾ കുറേ ആളുകൾ നമ്മുടെ അടുത്തൊരു ബാസ്ക്കറ്റിൽ ബോളായിട്ട് വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഓണച്ചന്തക്കും അല്ലെ ചെറിയ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ കാണല്ലേ, ബോൾ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് ഒരു സാധനം സമ്മാനം നേടുക, അല്ലെ റിങ് വീഴ്ത്തിയിട്ട് സോപ്പിൻ്റെ പെട്ടിയൊക്കെ കിട്ടുക. അതുപോലെയാണ് ഈ ഒരു ഗെയിം പറയുന്നത്. ഈ ബാസ്ക്കറ്റിൽ 3 ബോൾ ഉണ്ടാവും. അത് നമ്മളൊരു ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആ ബോള് ആ കൂട്ടിലിരിക്കുന്ന ലേഡീസിനെ എറിഞ്ഞ് ആ 3 ബോളും കൂടി എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ ആ ലേഡീസിന് നമുക്ക് ഇത്ര സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അതാണ് ആ ഒരു ഗെയിം. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം, നമ്മൾ അതുകൊണ്ടാണ് കപ്പിൾസ് എപ്പോഴും കൈപിടിച്ച് നടക്കുന്നത്. ഒറ്റക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മെനു ആയിട്ട് വരും അവർ. കപ്പിൾസിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് അവർ വരില്ല. ആ മെനുവിൽ ഇല്ലാത്ത ഫോട്ടോ പിന്നെ എന്താ പറയുക, നമ്മൾ കാണാത്ത പല സംഭവങ്ങളും നമുക്കതിൽ കാണാം. അപ്പോൾ നമ്മൾ കപ്പിൾസായിട്ട് കൈപിടിച്ച് പോയാലേ അല്ലെ നമ്മളെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർ ആ ഒരു മെനുവായിട്ട് നമ്മളെ കൂടെ വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബേബിനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്ത് മറ്റേ ഫ്രണ്ടും വൈഫും ഒരുമിച്ചും നടന്നു. അപ്പോൾ അവരങ്ങനെ നമ്മളടുത്ത് വരില്ല. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന മെനു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ എപ്പോഴും കപ്പിൾസ് ഒരുമിച്ച് കൈപിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സൊക്കെ പോവുകയാണെങ്കിൽ 2-3 ആണുങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവർ നമ്മളെ വിടൂല. പല ഇതൊക്കെ കാണിച്ചിട്ട് അവരെ നിർത്തും അവിടെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പിന്നിലെ രഹസ്യം. എന്നാലും ബേബി നല്ല ഹാപ്പിയാണ്, ലൈറ്റും പാട്ടൊക്കെ ഉണ്ട്. അവനങ്ങനെ എൻജോയ് ചെയ്ത് ഒറ്റക്ക് അങ്ങനെ നടന്നു പോകുന്നുണ്ട്, പിന്നാലെ ഞങ്ങളും.